ഈ പ്രതിരോധ ശക്തി നമുക്ക് വളരെ ഇനിയും വരാനിരിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനായിട്ട് സഹായിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ കഠിനതകളിൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ആശ്വാസം കൊടുക്കാനും വേണ്ട നിർദ്ദേശം കൊടുക്കാനും നമുക്ക് സാധിക്കുന്നു. ജീവിതത്തിൽ തടസ്സങ്ങൾ സ്വാഭാവികമാണ്. അതൊരു നദി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ ചില സമയത്ത് അവിടെ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് എവിടെയെങ്കിലും തടസ്സം വന്ന് പിന്നെ അതിനെ മറികടന്ന് വെള്ളം കടന്നു പോകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഒരിക്കലും അത് ആ ബുദ്ധിമുട്ട് കോൺസ്റ്റൻ്റ്ലി അവിടെ നിൽക്കുന്നില്ല. തടസ്സം എന്നും ഒരേപോലെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ തടസ്സങ്ങൾ സ്വാഭാവികമാണ്. നദി പോലെ അത് ഒഴുകട്ടെ. അതിൽ നിന്നും നാം കരകയറി വരും തോറും നാം ശക്തരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുതന്നെയാണ് നമ്മളുടെ പരിണാമത്തിൻ്റെ ദിശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ പരിണാമങ്ങളും ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നതാണ്. നമ്മുടെ അറിവ്, കഴിവ്, പ്രതിരോധിക്കാനുള്ള ശേഷി, ജീവിതത്തെ നിലനിർത്തി മുന്നോട്ട് ഏറ്റവും മികച്ചതാക്കി കൊണ്ടുവരാനുള്ള ശേഷിയൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. നാം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നാം അതിനെ ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം. അതിനെ വെറുപ്പോടുകൂടി മാറ്റിയകത്താതെ, അല്ലെങ്കിൽ അത് കഷ്ടപ്പാടോടുകൂടി ദുരന്തത്തോടുകൂടി ഇരിക്കാതെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇത് അങ്ങനെയാണ്, അതിനോട് ചേർന്ന് പോകുക. എന്നിട്ടത് പരിഹരിക്കാനായിട്ട് അതിന് പരിഹരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് വളരെ ശാന്തമായി, വൈകല്യപ്പെട്ട മനസ്സ്, പാനിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ തോട്ട്സ് വന്ന് നമ്മളതിനെതിരെ വല്ലാതെ ഫൈറ്റ് ചെയ്ത് വിഷമിച്ച് പ്രതിരോധിച്ച് പിന്നെയും കുഴപ്പങ്ങളിലേക്ക് പോകാതെ ശാന്തമായി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ശാന്തമായിട്ടിരിക്കാൻ എന്താണെന്നുള്ളത് അത് നമുക്ക് ധ്യാന പരിശീലനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള കഴിവുണ്ടായിരിക്കും. അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കുക, അതിനോട് സമരസപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക, അതിനോട് ചേർന്ന് പോവുക. എന്നിട്ട് അത് അവസാനം അതിൻ്റെ ആഴത്തിലേക്ക് വിചിന്തനം ചെയ്ത് എവിടെയാണ് കുറവ് പറ്റിയെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്രാപിക്കണം. അടുത്ത തവണ അതുപോലെ ഒരു പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ അത് കാരണമാകും. മറ്റുള്ളവർക്കും, നമ്മുടെ ചുറ്റിലുള്ളവർക്കും ഇതുപോലത്തെ ഓരോ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവരോട് ശാന്തരായിട്ടിരിക്കാൻ പറയണം. ഏറ്റവും വിഷമം, ഏറ്റവും അപകടം പിടിച്ച സമയങ്ങളിൽ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നാം പാനിക്കാവാതെ, വൈകല്യപ്പെട്ട് ആകെ അശുഭചിന്തകളോടുകൂടി ഇരിക്കാതെ ശാന്തമായി ദൈവികമായ ചിന്തകളിലും അതുപോലെ തന്നെ ധ്യാനത്തിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ എന്നും ഒരു കാര്യവും ഒരേപോലെ നിലനിൽക്കില്ല എന്നറിയണം. ഇന്നലെ പറഞ്ഞ പോലെ ലൈഫ് ഈസ് ഗവർണഡ് ബൈ സൈക്കിൾ. ഇതിങ്ങനെ കയറിയും ഇറങ്ങിയും കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുന്നത് പോലെ തന്നെയാണ്. നമുക്ക് തീനാളത്തെ, ഇപ്പോൾ ഒരു കുഞ്ഞ് തീ പോയി പിടിക്കണ്ട എന്ന് പറയുമ്പോൾ അവന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നീ തീമ തൊടല്ലേ, കയ്യെ പൊള്ളും എന്ന് പറയുമ്പോൾ അവനതനുസരിക്കാതെ പോയി അതുമേൽ പെട്ടെന്ന് പിടിച്ചു. അവനതിൽ നിന്നൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത് തൊട്ടാൽ പൊള്ളുന്നു. അപ്പോൾ ആ പൊള്ളൽ അവനെ ഏറ്റപ്പോൾ അവനതിൽ നിന്ന് മനസ്സിലായി, ഇനി ഈ തീനാളത്തിൽ പോയി കൈ തൊടരുന്നത്, അല്ലെങ്കിൽ ശരീരം പോലും കത്തിപ്പോകുന്ന അവസ്ഥയിലേക്കാണ്. നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ആ ഒരു തെറ്റ്, ഒരു അപകടം, ഒരു വിഷമം പറ്റിയില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വിഷമം നമുക്ക് വന്നു ചേരാനായിട്ടും ആ പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. നാം ചെന്നുപെടുന്നത് അതിനേക്കാളും ദുരന്തമായ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്നത് നമ്മെ പ്രോസസ്സ് ചെയ്ത് നമ്മളെ ഒരു പരിണാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു. ഓരോ തടസ്സങ്ങളും നമ്മുടെ വളരാനുള്ള, അതിനെ മറികടക്കാൻ നാം ശ്രമിക്കുമ്പോഴും നാം അതിലൊരു ഇമ്മ്യൂണിറ്റി, അതിനുള്ളൊരു സ്ട്രെങ്ത്ത് നേടുകയാണ് എന്ന് നാം അറിയണം. ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു പരിണാമത്തിൻ്റെ പ്രക്രിയയിൽപ്പെട്ടതാണ്. ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളുമൊക്കെ, വിഷമങ്ങളൊക്കെ. അപ്പോൾ അറിഞ്ഞിരിക്കുക, പ്രതിസന്ധിയിൽ ശാന്തരാവുക, സമാധാനത്തോടുകൂടി ഇരിക്കുക. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശാന്തമായിരിക്കുക. നാം ആ സമയത്ത് ചിന്തിച്ചതുപോലെ ഒന്നായിരിക്കില്ല കാര്യങ്ങൾ. നാം അതിനെക്കുറിച്ച് അഗാധമായി ആലോചിക്കുക. അതിൽ മാക്സിമം എന്താണ് സംഭവിക്കുക. അപ്പോൾ ഒരു രോഗം വന്നു, അതിനെക്കുറിച്ച് നമ്മൾ വേവലാതി
പെട്ട് അതിൻ്റെ ഓരോ ചെറിയ ചെറിയ കോൺസിക്വൻസസ് ആലോചിച്ചിരുന്നാൽ അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും അല്ലേ? സാധാരണ നമ്മളതിനെ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? അതിൽ എക്സ്ട്രീമായിട്ട് എന്താണ് സംഭവിക്കുക? രോഗം ഇത്ര ആഴത്തിൽ അതുണ്ടായി, അതിനെന്താണ് അതിൻ്റെ അവസാനം സംഭവിക്കുക എന്ന് നമ്മൾ കണ്ടെത്തുക. മാക്സിമം എന്തുണ്ടാവും? മരണപ്പെട്ടു പോകും. മരണഭയത്തിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. മാക്സിമം അത്തം ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. അപ്പം നമുക്ക് നമ്മുടെ പ്രശ്നം വലുതാണെന്ന് നാം സങ്കല്പിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിൽ എന്താണ് മാക്സിമം സംഭവിക്കാനായിട്ട് പോകുക എന്നറിയുമ്പോൾ നമുക്കറിയാം ഇതൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാനും സന്തോഷിക്കാനും സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് നാം റിയലി നമ്മുടെ ഇമോഷണൽ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് പരമോന്നതമായ അറിവിലേക്ക് കടന്നു പോകാനൊക്കെ സാധിക്കുക. നമുക്ക് ഓരോ കാറ്റും എത്ര തീവ്രമായ കാറ്റായാലും അത് സ്ഥിരമായി അങ്ങനെ കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കില്ല. കാറ്റും മാറിപ്പോകുന്നു എന്നറിയാം നമുക്ക്. അതുപോലെ തന്നെ കാറ്റിന് ശേഷം എന്താണ്? ശാന്തതയായിരിക്കും. അതുപോലെ ഈ പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നും നാം ഉൾക്കൊണ്ട പാഠത്തിൽ നിന്നും നമുക്കറിയാം ഈ പ്രശ്നം എന്നും നിലനിൽക്കുന്നതല്ല. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ഇത് മാറിയും കയറിയും ഇറങ്ങിയും ഇരിക്കുന്നു എന്നുള്ളത് നാം സ്വയം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നതാണ്, സങ്കടം ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിച്ച് ജീവിക്കുമ്പോഴാണ്, ആരെയൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായി, അവരുടെ സ്നേഹത്തിനെ പ്രതീക്ഷിച്ചിട്ടായി ജീവിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ബി അവെയർ, എന്തൊക്കെ വിഷമമുണ്ടായാലും ഏതൊക്കെ വിഷമങ്ങളുണ്ടായാലും നമുക്ക് അതിനെ ശാന്തമായിരുന്നു കൊണ്ട് നേരിടാനും അതിൻ്റെ യഥാർത്ഥ കാരണത്തെ ആഴത്തിൽ അനലൈസ് ചെയ്ത് അതിനൊരു പരിഹാരത്തിന് വേണ്ടിയും അതിനെ വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുമ്പോൾ, ശാന്തമായിരുന്ന് തയ്യാറാവുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ അധികം കാലം നിലനിൽക്കില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് കടന്നു പോകുമെന്നുള്ളതറിയാം. പിന്നെയും ആ ദുരന്തമെന്നും നമ്മുടെ കൂടെ സ്ഥിതി ചെയ്യില്ല എന്നറിയാം. നമ്മൾ ഈ പ്രകൃതിയെ നോക്കിയാൽ തന്നെ കാണാം, പ്രകൃതി എപ്പോഴും ഇങ്ങനെ പല കയറിയും ഇറങ്ങിയും തന്നെയാണ്. അപ്പോൾ ജീവിതം അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നല്ലതുകളുണ്ടാവാം, വളരെ നല്ലതുകളുണ്ടാകുമ്പോൾ എന്നും അത് കണ്ടിന്യൂ അതേപോലെ തന്നെ നിലനിൽക്കണമെന്നില്ല. അത് ചിലപ്പോൾ ഇറക്കത്തിലേക്ക് പോകാം, കുറച്ച് കഴിഞ്ഞാൽ അത് ഉയരത്തിലേക്ക് തന്നെ വരുന്നത് കാണാം. കാരണം നമ്മുടെ ഉള്ളിലെപ്പോഴും നമ്മുടെ ഉയരങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചിന്തയുള്ളത്. അപ്പോൾ നമ്മുടെ തോട്ട് ഫോം, നമ്മുടെ ശക്തി അതിലേക്ക് അനയിക്കപ്പെടും. ഇതിൽ പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റ് നാം പ്രതിസന്ധികളെ നേരിടാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ നേരിടുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഊർജാവസ്ഥ, അതിൽ നിന്നും കിട്ടുന്ന ഒരു പരിണാമം, അതിൽ നിന്നും മറികടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശക്തി, അതിജീവനത്തിൻ്റെ ശക്തി നമ്മുടെ മറ്റുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് വളരെ ഫലപ്രദമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് നമുക്ക് സതുപദേശം കൊടുക്കാനും അത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് സമാധാനം കൊടുക്കാനും നമുക്ക് സാധിക്കും. യോഗ പ്രാണവിദ്യയുടെ ഹീലിംഗ് ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് പല ധ്യാന സമ്പ്രദായങ്ങളും പഠിക്കാനുണ്ട്. ഭക്തിയോഗത്തിലെ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ, ജ്ഞാനയോഗത്തിലെ ആത്മാ മെഡിറ്റേഷൻ, ദ ബ്ലൂ പിൽ മെഡിറ്റേഷൻ, ആൻഡ് കുറച്ച് കുണ്ടലിനി യോഗം, കുണ്ടലിനി ശക്തി ഉണർന്നുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ശരാശരി ആളിൽ നിന്നും മാറി വളരെ ഉന്നത തലത്തിലേക്ക്, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയിലേക്ക് എത്താനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വലിയ ഉന്നതമായ സാമ്പത്തികവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കാനായിട്ട് ധ്യാനങ്ങൾ സഹായിക്കും. പിന്നെ നമുക്ക് ടോട്ടൽ അവയർനെസ്, വരാനിരിക്കുന്നത് എന്താണ്, ഇനി ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതൊക്കെ ശക്തമായി നമ്മിൽ കൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പരിശീലനം
നമുക്ക് ഈ ജീവിതത്തിൽ മാത്രമല്ല അടുത്ത ജീവിതത്തിലേക്കും അത് വളരെ പരമോന്നതമായ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ സോള് അത് മനസ്സിലാക്കി അതിൽ നാം അതിനെ പ്രതിരോധിച്ച് അതിനെ മറികടക്കുമ്പോഴുണ്ടാകുന്ന ശക്തി കൊണ്ട് അടുത്ത ജീവിത കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് വരുന്നതിനെ നേരിടാനുള്ള വളരെ ഈസിനെസ് ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും ധ്യാന പരിശീലനങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. എൻ്റെ ഗുരുവിൻ്റെയും ഗുരു പത്നിയുടെയും പ്രകാശത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹം നിങ്ങൾക്കും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്